പത്തനംതിട്ടയിൽ പണപ്പിരിവിന്റെ പേരിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ തമ്മിൽ വാക്ക് തർക്കം. മല്ലപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി ആൽഫിൻ ഡാനിയും ഏരിയ കമ്മിറ്റി അംഗം കിരണുമായാണ് വാക്ക് തർക്കം നടന്നത്. ഓഗസ്റ്റ് 15-ന് ഡിവൈഎഫ്ഐ നടത്തിയ പരിപാടിക്ക് പണപ്പിരിവ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ആര് ഭീഷണിപ്പെടുത്തി? ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? എന്നോട് വിനിയോഗിക്കേണ്ട കാര്യം നിങ്ങൾ പറഞ്ഞു പാർട്ടി ഫണ്ടിന്റെ ഇടയിൽ ഒരു പ്രയാസം നീ എന്നോട് വിനിയോഗിക്കുമ്പോൾ അതിനകത്ത് ശരിയല്ലോ, നീ തന്നെ ശരിയല്ലോ. മല്ലപ്പള്ളി പിരിവ് എന്നോട് നീ ചോദിക്കുമ്പോൾ അതിനകത്ത് അനുചിതം നിനക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഞാനെന്ത് പിരിവ് ചോദിച്ചു? പാർട്ടി ഫണ്ട് പിരിക്കുന്നു. കിരണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു കിരണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ സൗഹൃദത്തിന്റെ വേറെ ആളുകളെ മിഥുൻ മുരളി ചേരുകയാണ് വിവരങ്ങളുമായി. മിഥുൻ, ഈ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് സംബന്ധിച്ചിടത്തോളം ഈ പണം എങ്ങനെ ചെലവഴിച്ചു എന്നത് സംബന്ധിച്ചാണ് തർക്കം. ഏത് സാഹചര്യത്തിലാണ് തർക്കമുണ്ടായത്? ഓഗസ്റ്റ് 15-ന് ഡിവൈഎഫ്ഐ നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടന്നിരുന്നു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള ഡിവൈഎഫ്ഐയുടെ പരിപാടിയുടെ പേരിലാണ് പണപ്പിരിവ് നടന്നത്. ഓരോ കീഴ്ഘടകങ്ങൾക്കാണ് ഈ പിരിവ് നടത്താൻ വേണ്ടി നിർദ്ദേശം മേൽഘടകം നൽകിയിരുന്നത്. ഇങ്ങനെ പിരിച്ചെടുത്ത പണം കൃത്യമായി തന്നെ സ്വരൂപിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അവർ ലക്ഷ്യം വെച്ച പണം പിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള വാക്ക് തർക്കം ഉണ്ടായിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി അംഗത്തിന് നേരെയാണ് ബ്ലോക്ക് സെക്രട്ടറി മല്ലപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി ആൽഫിൻ ഡാനി ഏരിയ കമ്മിറ്റി അംഗമായ കിരണും തമ്മിൽ വാക്കുതർക്കം നടത്തുന്നതിന്റെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഈ പണപ്പിരിവ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പണപ്പിരിവുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ഉടലെടുത്തത് എന്നുള്ള കാര്യം ഈ ഓഡിയോയിൽ വ്യക്തമാണ്. ഓഗസ്റ്റ് 15-ന് നടത്തുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് പണം പിരിക്കാൻ ഏൽപ്പിക്കുന്നു. പക്ഷേ മേൽഘടകം പറഞ്ഞിരിക്കുന്ന അത്രയും പണം കീഴ്ഘടകത്തിന് സ്വരൂപിക്കാൻ സാധിക്കാതെ വരുന്നതിൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നു. ഏതുവിധേനയും പണം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടാകുന്നു. പിന്നീടാണ് ഈ വാക്കുതർക്കം ഉണ്ടാകുന്നത്. ഈ ഓഡിയോയിൽ അസഭ്യവർഷം ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള അസഭ്യവർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചൊരിഞ്ഞുകൊണ്ടുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾ തമ്മിലുള്ള ഒരു വലിയ തർക്കം ഉടലെടുക്കുന്നുണ്ട്. അത് പണപ്പിരിവിന്റെ പേരിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യാപകമായി തന്നെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങിയുള്ള പണപ്പിരിവുകൾ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ, പരാതികളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഡിവൈഎഫ്ഐ നേതാക്കൾ പണപ്പിരിവിന്റെ പേരിൽ പരസ്പരം തമ്മിലടിക്കുന്ന വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ആ ഓഡിയോയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായി തന്നെ പണപ്പിരിവിന്റെ പേരിലാണ് അത് ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലാണ് ഇവരുടെ ഓഡിയോയിൽ പുറത്തു വന്നിരിക്കുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.